55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നമ്മളെ മമ്മൂക്ക തൂക്കിയിട്ടുണ്ട് ഗൈസ്. അതെ ഗൈസ്, മമ്മൂക്കാക്ക് വീണ്ടും ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലൂടെ വീണ്ടും സംസ്ഥാനത്തെ മികച്ച നടനുള്ള അവാർഡ് കിട്ടിയിരിക്കുകയാണ്. ഇതിനു മുന്നേ മമ്മൂക്കാക്ക് കിട്ടിയ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നമുക്ക് നോക്കി നോക്കാം. 1981 അഹിംസയ്ക്കാണ് ആദ്യമായിട്ട് മമ്മൂക്കാക്ക് അവാർഡ് കിട്ടുന്നത്. അതിൽ സെക്കൻഡ് ആക്ടറായിട്ടാണ് മമ്മൂക്കാക്ക് അവാർഡ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഐ ബി ശശി സംവിധാനം ചെയ്ത് 1984 പുറത്തിറങ്ങിയ അടിയൊഴുക്കുകൾ എന്ന സിനിമയ്ക്ക് മികച്ച നടനുള്ള അവാർഡ് തന്നെ മമ്മൂക്കാക്ക് കിട്ടുകയുണ്ടായി. പിന്നെ 1985 യാത്ര, നിറക്കൂട്ടി എന്ന 2 ചിത്രങ്ങൾക്ക് സംസ്ഥാന ജൂറിയുടെ മികച്ച പ്രത്യേക പരാമർശമാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ യാത്ര എന്ന് പറഞ്ഞ സിനിമ ഒരു റൊമാൻറ്റിക് സിനിമയാണെങ്കിൽ നിറക്കൂട്ട് ക്രൈം ത്രില്ലറാണ്. അതൊക്കെ കഴിഞ്ഞ് 1989 ഒരു വടക്കൻ വീരഗാഥ, മൃഗയ, മഹായാനം എന്നീ 3 ചിത്രങ്ങൾക്കാണ് സംസ്ഥാനത്തെ മികച്ച നടനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ വടക്കൻ വീരഗാഥയ്ക്ക് 4 നാഷണൽ അവാർഡും 8 സംസ്ഥാന അവാർഡും കിട്ടിയ സിനിമയാണ്. MT വാസുദേവൻ നായരുടെ കഥയാണത്. അത് സംവിധാനം ചെയ്തത് ഹരിഹരനാണ്. അതിനുശേഷം മൃഗയ സംവിധാനം ചെയ്തത് നമ്മുടെ ഐ വി ശശിയാണെങ്കിൽ മഹായാനം ജോഷിയിലെ കഥാപാത്രവും മൃഗയിലെ കഥാപാത്രവും വടക്കൻ വീരഗാഥയിലെ കഥാപാത്രവും എത്ര വ്യത്യാസമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ സിനിമകളെ പറ്റിയൊന്നും ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു ആവശ്യവുമില്ല. പിന്നെ 1993 വിധേയൻ എന്ന സിനിമയ്ക്കും വാത്സല്യത്തിനും പൊന്തൻ മാടയ്ക്കുമാണ് മമ്മൂക്കാക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം 2004 കാഴ്ച, നമ്മളെ ബ്രസീൽ സംവിധാനം ചെയ്ത ചിത്രം എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ഗുജറാത്ത് ഭൂകമ്പത്തിൽ ഒറ്റപ്പെട്ട ഒരു ചെറിയ പയ്യന്റെ മമ്മൂക്കളെ വീട്ടിലേക്ക് വരുന്നതും വളരെ സെന്റിമെന്റ്സ് ആയ ഒരു നല്ലൊരു പടമാണ്. അതിനുശേഷം 2009 പാലേരി മാണിക്യം, രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യത്തിനാണ് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കിട്ടിയിട്ടുള്ളത്. പിന്നെ 2022 നൻപകൽ നേരത്ത് മയക്കം, നമ്മൾ ലിജോ ജോസഫ് പിൽശ്ശേരി സംവിധാനം ചെയ്ത സിനിമ. ഇത് 2023 കിട്ടിയിട്ടുണ്ട്. അത് കാതൽ എന്ന സിനിമ, മറ്റേ മലയാളവും തമിഴും ദ്വിഭാഷ ചിത്രമാണ് സിനിമ. പിന്നെ 2024 നമ്മുടെ ബ്രഹ്മയുഗം. എന്ത് പറയാം, ബ്രഹ്മയുഗത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? ആ ഒരു ഹൊറർ സിനിമ, ആ ഒരു കഥാപാത്രം, ആ ചാത്തന്റെ ഒരു കഥാപാത്രം ഒക്കെ അവതരിപ്പിച്ച രീതി, ഇനിയും ഒരുപാട് അവാർഡുകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഗൈസ്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മമ്മൂക്കാന്റെ സിനിമ ഒന്ന് കമന്റ് ചെയ്യണേ ഗൈസ്.